അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൽസബീൽ അറബി ക്ലബ് മെമ്പേഴ്സിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട അറബി ഭാഷാ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള 4-ാമത്തെ ക്ലാസ്സാണിത്. ഒരു പുതിയ ഭാഷ നമ്മൾ പഠിക്കുമ്പോൾ അതിലുള്ള നിയമങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ആ ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ള എന്നാൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള രചനകൾ നമ്മൾ ഉപയോഗിക്കുകയും വേണം, വായിച്ച് മനസ്സിലാക്കുകയും വേണം. എന്നാൽ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഷാ നിയമങ്ങൾ അത് ദീർഘകാലത്തേക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അംബിയാ മുർസലുകളുടെ ചരിത്രങ്ങൾ വളരെ സരളമായ രൂപത്തിൽ വിവരിക്കുന്ന ഖസസുൻ നബിയീൻ എന്നുള്ള ഗ്രന്ഥം അറബി ഭാഷാ പരിശീലനത്തിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സാധാരണ പറയാറുള്ളത് പോലെ തന്നെ ഓരോ പാഠമെടുത്തതിന് ശേഷവും ആ പാഠത്തിൽ പുതിയതായിട്ട് പഠിച്ച വാക്കുകളും അവയുടെ അർത്ഥങ്ങളും നോട്ടി എഴുതി തരാറുണ്ട്. പഠിതാക്കൾ അവ നിർബന്ധമായിട്ടും നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കുകയും പഠിക്കുകയും വേണമെന്നറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വായിക്കുന്ന ഓരോ സെൻറ്റൻസുകളും ഓരോ ജുംലകളും നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുത്ത് അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും എഴുതുകയാണെങ്കിൽ അത് ഒന്നുകൂടെ ഉഷാറായിരിക്കും എന്നറിയിക്കുന്നു. ഏതായാലും തുടക്കത്തിലുള്ള നമ്മുടെ ഏതാനും ചില ക്ലാസ്സുകൾ സോഷ്യൽ മീഡിയകളിൽ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറബി ക്ലബ് മെമ്പേഴ്സ് അല്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അറബി ഭാഷ ധാരാളം ഉദാഹരണങ്ങളിലൂടെ അതുപോലെ തന്നെ പഠന പ്രവർത്തനങ്ങളിലൂടെയും പരിശീലന പ്രവർത്തനങ്ങളിലൂടെയും പഠിക്കുവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടാനുള്ള വാട്സപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അറബി ഗ്രാമർ ക്ലാസ്സിൻ്റെ തുടക്കത്തിലുള്ള ഏതാനും ചില ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റ് ലിങ്ക് കൂടി താഴെ നൽകുന്നുണ്ട്, ഉപയോഗപ്പെടുത്തണമെന്നറിയിക്കുന്നു. ഏതായാലും നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. 4-ാമത്തെ പാഠത്തിൻ്റെ പേര് ഇബ്രാഹീമു യക്സിറുൽ അസ്നാമ എന്നുള്ളതാണ്. ഇബ്രാഹീമു എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. യക്സിറു എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുന്നു എന്നാണ് അർത്ഥം. കസറ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു എന്നാണ് അർത്ഥമെന്ന് നമ്മൾ 1-ാമത്തെ പാഠത്തിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു. ആ കസറ എന്നുള്ള ഫിഅലിൻ്റെ മുളാരിഅ ആയിട്ടുള്ള രൂപമാണ് യക്സിറു എന്നുള്ളത്. പൊട്ടിക്കുന്നു അല്ലെങ്കിൽ പൊട്ടിക്കും എന്നുള്ള രണ്ടർത്ഥങ്ങളാണ് ആ പദത്തിനുണ്ടാവുക. ഇവിടെ അതിൻ്റെ അർത്ഥം പൊട്ടിക്കുന്നു എന്നുള്ളതാണ്. അൽ അസ്നാമ എന്ന് പറഞ്ഞാൽ ബിംബങ്ങളെ, പ്രതിമകളെ. ഇബ്രാഹീമു യക്സിറുൽ അസ്നാമ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിംബങ്ങളെ പൊട്ടിക്കുന്നു എന്നാണ് ആ ഹെഡിങ്ങിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ആ പാഠമൊന്ന് വായിച്ചു നോക്കാം. വജാഅ യൗമു ഈദിൻ ഫഫരിഹന്നാസു വഖറജന്നാസു ലിൽ ഈദി വഖറജൽ അത്ഫാലു വഖറജ വാലിദു ഇബ്രാഹീമ വഖാല ലി ഇബ്രാഹീമ അലാ തഖ്റുജു മഅനാ ഖാല ഇബ്രാഹീമു അന സഖീമുൻ വദഹബന്നാസു വബഖിയ ഇബ്രാഹീമു ഫിൽ ബൈത്തി വജാഅ ഇബ്രാഹീമു ഇലൽ അസ്നാമി വഖാല ലിൽ അസ്നാമി അലാ തതകല്ലമൂന അലാ തസ്മഊന ഹാദാ തആമുൻ വശറാബുൻ അലാ തഅകുലൂന അലാ തശ്റബൂന വസക്കത്തത്തിൽ അസ്നാമു ലിഅന്നഹാ ഹിജാറത്തുൻ ലാ തൻതിഖു ഖാല ഇബ്രാഹീമു മാ ലക്കും ലാ തൻതിഖൂന വസക്കത്തത്തിൽ അസ്നാമു വമാ നതഖത് ഹീനഇദിൻ ഗളിബ ഇബ്രാഹീമു വഅഖദൽ ഫഅസ വളറബ ഇബ്രാഹീമുൽ അസ്നാമ ബിൽ ഫഅസി വകസറൽ അസ്നാമ വതറക ഇബ്രാഹീമുസ് സനമൽ അക്ബറ വഅല്ലഖൽ ഫഅസ ഫീ ഉനുഖിഹി. അപ്പോൾ ഇത്രയുമാണ് 4-ാമത്തെ പാഠമുള്ളത്. അവ നമുക്കൊന്ന് അർത്ഥം വെച്ച് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് വജാഅ യൗമു ഈദിൻ ഫഫരിഹന്നാസു എന്നുള്ളതാണ്. കഴിഞ്ഞ പാഠത്തിൽ അവസാനത്തിലായിട്ട് നമ്മൾ വിവരിച്ചിരുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തിരുന്ന ഒരു തീരുമാനമാണ് അല്ലേ. അതായത് നിങ്ങൾ സുജൂദ് ചെയ്യുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഈ ബിംബങ്ങൾക്ക് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തവയാണ് ഈ ബിംബങ്ങൾ എന്നുള്ള കാര്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം സമുദായത്തോട് ഉപദേശിച്ചിരുന്നു. എന്നാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അവർ തയ്യാറായിരുന്നില്ല. അവർക്ക് കാര്യമൊന്നും മനസ്സിലായിരുന്നില്ല.
അന്നേരം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കാര്യം സ്വന്തം മനസ്സിൽ തീരുമാനിച്ചു. അതായത് ഇനി ജനങ്ങളെല്ലാം ഇവിടം വിട്ട് പോകുന്ന അവസരം നോക്കിയിട്ട് ആ ബിംബങ്ങളെയെല്ലാം ഞാൻ തകർക്കും, ആ പ്രതിമകളെയെല്ലാം ഞാൻ നശിപ്പിക്കും. അങ്ങനെ ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടും എന്നുള്ള ഒരു തീരുമാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എടുത്തിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഒന്ന് നോക്കാം. വജാഅ യൗമു ഈദിൻ ഫഫരിഹൻ നാസു. ജാഅ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ് അർത്ഥം. യൗമു ഈദിൻ എന്ന് പറഞ്ഞാൽ ആഘോഷ ദിവസം. യൗമുൻ എന്നാൽ ദിവസം എന്നാണ് അർത്ഥം. ഈദുൻ എന്ന് പറഞ്ഞാൽ ആഘോഷം. യൗമു ഈദിൻ എന്ന് പറഞ്ഞാൽ ആഘോഷത്തിൻ്റെ ദിവസം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ വജാഅ യൗമു ഈദിൻ, ആഘോഷ ദിവസം വന്നെത്തി. ഫരിഹൻ നാസു, ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നാണ് അർത്ഥം. ഫരിഹ എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു, മാളിയായിട്ടുള്ള ഫിഅലാണത്. അന്നാസു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. ഫരിഹന്നാസു, അപ്പോൾ ജനങ്ങൾ സന്തോഷിച്ചു. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ജാഅ എന്നുള്ള ഫിഅലിൻ്റെ ഫാഇലായിട്ട് വന്നിട്ടുള്ള പദമാണ് യൗമു എന്നുള്ളത് അല്ലേ. അതിന് റഫ്അ ആണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ അവസാനത്തെ മീമിൻ്റെ ലൊമ്മ് ആണ് ഹർക്കത്തുള്ളത് അല്ലേ. അതുപോലെ തന്നെ ഫരിഹ എന്നുള്ള ഫിഅലിൻ്റെ ഫാഇലായിട്ടാണ് അന്നാസു എന്നുള്ള പദം വന്നിരിക്കുന്നത്. അതും അതിൻ്റെയും ഇഅ്റാബ് റഫ്അ ആണ്. അതിൻ്റെയും അവസാനത്തെ അക്ഷരത്തിന് ലൊമ്മ് ആണ് ഹർക്കത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വജാഅ യൗമു ഈദിൻ ഫഫരിഹൻ നാസു, ആഘോഷ ദിവസം വന്നെത്തി, അപ്പോൾ ജനങ്ങളെല്ലാം സന്തോഷിച്ചു. വഖറജൻ നാസു ലിൽ ഈദി വഖറജൽ അത്ഫാലു. ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്നാണ് അർത്ഥം. മാളിയായിട്ടുള്ള ഫിഅലാണത്. അന്നാസു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. വഖറജൻ നാസു, ജനങ്ങൾ പുറപ്പെട്ടു. അന്നാസു എന്നുള്ള പദം ഖറജ എന്നുള്ള ഫിഅലിൻ്റെ ഫാഇലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലിൽ ഈദി, ലിൽ ഈദി എന്ന് പറഞ്ഞാൽ ആഘോഷത്തിന് വേണ്ടിയിട്ട്. ലി എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നാണ് അർത്ഥം. ലിൽ ഈദി ആഘോഷത്തിന് വേണ്ടിയിട്ട്. വഖറജൻ നാസു ലിൽ ഈദി, ജനങ്ങൾ ആഘോഷത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു. വഖറജൽ അത്ഫാലു, അൽ അത്ഫാലു എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ എന്നാണ് അർത്ഥം. വഖറജൽ അത്ഫാലു, ചെറിയ കുട്ടികളും പുറപ്പെട്ടു. ഓക്കെ, ത്വയ്ഫ്ലുൻ എന്ന് പറഞ്ഞാൽ കുട്ടി എന്നാണ് അർത്ഥമെന്ന് നമ്മൾ പഠിച്ചിരുന്നല്ലോ. ആ പദത്തിൻ്റെ, ത്വയ്ഫ്ലുൻ എന്നുള്ള പദത്തിൻ്റെ ബഹുവചനമാണ്, ജംഅ് ആണ് അൽ അത്ഫാലു എന്നുള്ളത്. ഓക്കെ, ഖറജ എന്നുള്ള ഫിഅലിൻ്റെ ഫാഇലായിട്ടാണ് അൽ അത്ഫാലു എന്നുള്ള പദം വന്നിരിക്കുന്നത്. അതിനും റഫ്അ ആണ് ഇഅ്റാബ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് വഖറജ വാലിദു ഇബ്രാഹീമ വഖാല ലി ഇബ്രാഹീമ അലാ തഖ്റുജു മഅനാ. വഖറജ പുറപ്പെട്ടു, വാലിദു ഇബ്രാഹീമ ഇബ്രാഹീമിൻ്റെ പിതാവ്. ഓക്കെ, വാലിദുൻ എന്ന് പറഞ്ഞാൽ പിതാവ് എന്നാണ് അർത്ഥം. വാലിദു ഇബ്രാഹീമ എന്ന് പറഞ്ഞാൽ ഇബ്രാഹീമിൻ്റെ പിതാവ്. വഖറജ വാലിദു ഇബ്രാഹീമ ഇബ്രാഹീമിൻ്റെ പിതാവ് പുറപ്പെട്ടു. വഖാല ലി ഇബ്രാഹീമ, വഖാല ആ പിതാവ് പറഞ്ഞു, ലി ഇബ്രാഹീമ ഇബ്രാഹീമിനോട് പറഞ്ഞു. അവിടെ ലി എന്ന് പറഞ്ഞാൽ ഓട് എന്നുള്ള അർത്ഥമാണ്. വഖാല ലി ഇബ്രാഹീമ ആ പിതാവ് ഇബ്രാഹീമിനോട് പറഞ്ഞു, അലാ തഖ്റുജു മഅന. ഓക്കെ, ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്നാണ് അർത്ഥമെന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ മുളാരി ആയിട്ടുള്ള രൂപം വരുന്നത് യഖ്റുജു എന്നുള്ളതാണ്. അതായത് പുറപ്പെടുന്നു അല്ലെങ്കിൽ പുറപ്പെടും. ഓക്കെ, ഇനി അതിനെ നീ പുറപ്പെടുന്നു എന്നുള്ള രൂപത്തിലേക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിലുള്ള ആദ്യത്തെ യാ കളഞ്ഞിട്ട് തൽസ്ഥാനത്ത് താ വെച്ചു കൊടുക്കും. അപ്പോഴാണ് തഖ്റുജു എന്നാകുന്നത്. അതിൻ്റെ അർത്ഥം നീ പുറപ്പെടുന്നു എന്നായിരിക്കും. ഓക്കെ, ഇനി ആ തഖ്റുജു എന്നുള്ളതിൻ്റെ മുമ്പ് ഒരു ലാ എന്ന് വെച്ച് കൊടുത്താൽ, ലാ തഖ്റുജു എന്നാക്കിയാൽ നീ പുറപ്പെടുന്നില്ല എന്നുള്ള അർത്ഥം ലഭിക്കും. തഖ്റുജു എന്നാൽ നീ പുറപ്പെടുന്നു, ലാ തഖ്റുജു നീ പുറപ്പെടുന്നില്ല. ഇനി ആ ലാ എന്നുള്ളതിന് മുമ്പ് ഒരു അ എന്നുള്ള ഒരു അക്ഷരവും കൂടെ ചേർത്ത് കൊടുത്താൽ ഒരു ചോദ്യമായിട്ടത് മാറും. അതായത് അലാ തഖ്റുജു എന്ന് പറഞ്ഞാൽ നീ പുറപ്പെടുന്നില്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ അലാ തഖ്റുജു നീ പുറപ്പെടുന്നില്ലേ, മഅന ഞങ്ങളോട് കൂടെ. മഅ എന്ന് പറഞ്ഞാൽ കൂടെ എന്നാണ് അർത്ഥം. നാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. മഅന ഞങ്ങളുടെ കൂടെ. അപ്പോൾ വഖറജ വാലിദു ഇബ്രാഹീമ ഇബ്രാഹീമിൻ്റെ പിതാവ് പുറപ്പെട്ടു. വഖാല ലി ഇബ്രാഹീമ ആ പിതാവ് ഇബ്രാഹീമിനോട് പറഞ്ഞു, അലാ തഖ്റുജു മഅന നീ ഞങ്ങളുടെ കൂടെ പുറപ്പെടുന്നില്ലേ. ഖാല ഇബ്രാഹീമു ഇബ്രാഹീം പറഞ്ഞു. ഖാല എന്നാൽ പറഞ്ഞു,
ആ ഫിഅലിൻ്റെ ഫാഇലായിട്ടാണ് ഇബ്രാഹീമു എന്നുള്ള പദം വന്നിരിക്കുന്നത്. ഓക്കെ, അതിനും റഫ്അ ആണ് എന്ന് നമുക്ക് കാണാം. അതിൻ്റെ അവസാനത്തെ അക്ഷരമായിട്ടുള്ള മീമിന് ലമ്മ് ആണുള്ളത്. ഖാല ഇബ്രാഹീമു, ഇബ്രാഹീം പറഞ്ഞു, അന സഖീമുൻ, അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. സഖീമുൻ എന്ന് പറഞ്ഞാൽ ക്ഷീണിതൻ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അന സഖീമുൻ എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷീണിതനാണ്, അതായത് ഞാനിപ്പോൾ ആഘോഷത്തിന് വരുന്നില്ല എന്നുള്ള ആശയത്തിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അന സഖീമുൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സാധാരണ അറബി ജുംലകൾക്ക്, അറബി വാക്യങ്ങൾക്ക് ആണ് എന്നതിന് ഒരു പ്രത്യേക വാക്ക് ഇല്ല എന്ന് നമ്മൾ പഠിച്ചതാണ്. അന എന്ന് പറഞ്ഞാൽ ഞാൻ, സഖീമുൻ എന്ന് പറഞ്ഞാൽ ക്ഷീണിതൻ. അന സഖീമുൻ എന്ന് നമ്മൾ ഒരു ജുംലയാക്കിയിട്ട് പറയുമ്പോൾ ഞാൻ ക്ഷീണിതൻ ആണ് എന്നുള്ള ആശയം അതിനുണ്ടാകും എന്ന് മനസ്സിലാക്കുക. ഏതായാലും ഞാൻ ക്ഷീണിതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഘോഷത്തിന് പോയിട്ടില്ല. വദഹബന്നാസു വബഖിയ ഇബ്രാഹീമു ഫിൽ ബൈത്തി. വദഹബന്നാസു ജനങ്ങൾ പോയി. ദഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ് അർത്ഥം. അന്നാസു ജനങ്ങൾ. അന്നാസു എന്നുള്ളത് ദഹബ എന്നുള്ള ഫിഅലിൻ്റെ ഫാഇലാണ് എന്ന് നമുക്ക് മനസ്സിലായി കാണും. വദഹബന്നാസു ജനങ്ങൾ പോയി. വബഖിയ ഇബ്രാഹീമു ഫിൽ ബൈത്തി. വബഖിയ, ബഖിയ എന്ന് പറഞ്ഞാൽ ശേഷിച്ചു എന്നാണ് അർത്ഥം. വബഖിയ ഇബ്രാഹീമു, ഇബ്രാഹീം ശേഷിച്ചു. ഫിൽ ബൈത്തി വീട്ടിൽ. ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നാണ് അർത്ഥം. ബൈത്തുൻ എന്നാൽ വീട്. ഫിൽ ബൈത്തി വീട്ടിൽ. വദഹബന്നാസു വബഖിയ ഇബ്രാഹീമു ഫിൽ ബൈത്തി ജനങ്ങളെല്ലാം പോയി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിൽ ശേഷിച്ചു. ഇനി അടുത്തത് വജാഅ ഇബ്രാഹീമു ഇലൽ അസ്നാമി വഖാല ലിൽ അസ്നാമി അലാ തതകല്ലമൂന അലാ തസ്മഊന. ജാഅ, ജാഅ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ് അർത്ഥമെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഇബ്രാഹീമു, ഇബ്രാഹീം വന്നു. ജാഅ എന്നുള്ള ഫിഅലിൻ്റെ ഫാഇലാണ് ഇബ്രാഹീം എന്നുള്ളത്. ഇലൽ അസ്നാമി എന്ന് പറഞ്ഞാൽ പ്രതിമകളിലേക്ക് അല്ലെങ്കിൽ ബിംബങ്ങളിലേക്ക്. ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നാണ് അർത്ഥം. ഇലൽ അസ്നാമി ബിംബങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ ബിംബങ്ങളുടെ അടുക്കലേക്ക് എന്ന് ആശയം. വജാഅ ഇബ്രാഹീമു ഇലൽ അസ്നാമി, ഇബ്രാഹീം ബിംബങ്ങളുടെ അരികിലേക്ക് വന്നു. വഖാല ലിൽ അസ്നാമി, ഖാല എന്നാൽ പറഞ്ഞു. ലിൽ അസ്നാമി ബിംബങ്ങളോട്. വഖാല ലിൽ അസ്നാമി, ഇബ്രാഹീം അലൈഹി സ്വലാത്തു വസ്സലാം ബിംബങ്ങളോട്, പ്രതിമകളോട് പറഞ്ഞു. അലാ തതകല്ലമൂന അലാ തസ്മഊന. തകല്ലമ എന്ന് പറഞ്ഞാൽ സംസാരിച്ചു എന്നാണ് അർത്ഥം. തകല്ലമ എന്നുള്ളതിന് മുമ്പ് യാ നൽകിക്കൊണ്ട് യതകല്ലമു എന്നാക്കിയാൽ സംസാരിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കും എന്നുള്ള ആശയം വരും. അതായത് യതകല്ലമു എന്നുള്ളത് എന്താണ്? മുളാരി ആയിട്ടുള്ള ഫിഅലാണ്. ആ യതകല്ലമു എന്നുള്ളിടത്തെ യാഇനെ മാറ്റിക്കൊണ്ട് താ ആക്കിയിട്ട് തതകല്ലമു എന്നാക്കിയാൽ എന്തായിരിക്കും അർത്ഥം? നീ സംസാരിക്കുന്നു അല്ലെങ്കിൽ നീ സംസാരിക്കും എന്നുള്ള ആശയമായിരിക്കും അതിന് വരുന്നത്. അതിനോടൊപ്പം തന്നെ അവസാനത്തിൽ ഒരു വാവും നൂനും കൂടെ ചേർത്തി കൊടുത്ത് തതകല്ലമൂന എന്നാക്കിയാലോ നിങ്ങൾ സംസാരിക്കുന്നു എന്നുള്ള അർത്ഥം വരും. ഓക്കെ, അപ്പോൾ തതകല്ലമൂന എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുന്നു. ഇനി അതിനു മുമ്പ് ലാ എന്ന് ചേർത്തി കൊടുത്താലോ ലാ തതകല്ലമൂന എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുന്നില്ല. ഇനി ആ ലാ എന്നുള്ളതിന് മുമ്പ് ഒരു ഹംസ ചേർത്തി കൊടുത്ത് അലാ തതകല്ലമൂന എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ അലാ തഖ്റുജു എന്ന് പഠിച്ചിരുന്നു. നീ പുറപ്പെടുന്നില്ലേ എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഇവിടെ അലാ തതകല്ലമൂന നിങ്ങൾ സംസാരിക്കുന്നില്ലേ. അടുത്തത് അലാ തസ്മഊന. സമിഅ എന്ന് പറഞ്ഞാൽ കേട്ടു. യസ്മഉ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നു അല്ലെങ്കിൽ കേൾക്കും. തസ്മഊന എന്ന് പറഞ്ഞാലോ നിങ്ങൾ കേൾക്കുന്നു. അലാ തസ്മഊന നിങ്ങൾ കേൾക്കുന്നില്ലേ. ഓക്കെ, അപ്പോൾ ജനങ്ങളെല്ലാം ഉത്സവത്തിന് പോയി, ആഘോഷത്തിന് പോയി. അന്നേരം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിംബങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, അലാ തതകല്ലമൂന നിങ്ങളൊന്നും സംസാരിക്കുന്നില്ലേ, അലാ തസ്മഊന നിങ്ങളൊന്നും കേൾക്കുന്നില്ലേ. അടുത്തത് ഹാദാ ത്വആമുൻ വ ശറാബുൻ അലാ തഅകുലൂന
അലാ തഷ്റബൂന. ഹാദ ഇത് ത്വആമുൻ ഭക്ഷണമാണ്, വശറാബുൻ പാനീയവുമാണ്. ഹാദ ത്വആമുൻ വശറാബുൻ നിങ്ങൾക്കുള്ള ഭക്ഷണവും പാനീയവും ഒക്കെ ഇതാ ഇവിടെ ഇരിക്കുന്നു എന്നുള്ള ആശയമാണ് അതിനുള്ളത്. ഓക്കെ, അതായത് ജനങ്ങൾ ആഘോഷ ദിവസം ഈ ബിംബങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുള്ള ഭക്ഷണവും പാനീയവും ഒക്കെ അവിടെയുണ്ട്. അതിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് ഹാദാ ത്വആമുൻ വശറാബുൻ ഇതാ ഭക്ഷണവും പാനീയവും ഒക്കെ അലാ തഅകുലൂന അലാ തശ്റബൂന. ഓക്കെ, അലാ തഅകുലൂന അക്കല എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ചു എന്നാണ് അർത്ഥം. യഅകുലു എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷിക്കും. അതിനെ തഅകുലൂന എന്നാക്കിയാലോ നിങ്ങൾ ഭക്ഷിക്കുന്നു എന്നുള്ള ആശയം വരും. അലാ തഅകുലൂന എന്ന് ചോദിച്ചാലോ നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ. ഓക്കെ, അതുപോലെ തന്നെ അലാ തഷ്റബൂന എന്ന് പറഞ്ഞാലും ശരിബ എന്ന് പറഞ്ഞാൽ കുടിച്ചു എന്നാണ് അർത്ഥം. യഷ്റബു കുടിക്കും. അതുപോലെ തഷ്റബൂന എന്ന് പറഞ്ഞാലോ നിങ്ങൾ കുടിക്കുന്നു. അലാ തഷ്റബൂന നിങ്ങൾ കുടിക്കുന്നില്ലേ. ഓക്കെ, അപ്പോൾ ഹാദാ ത്വആമുൻ വശറാബുൻ ഇതാ ഭക്ഷണവും പാനീയവും. അലാ തഅകുലൂന നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ. അലാ തഷ്റബൂന നിങ്ങൾ കുടിക്കുന്നില്ലേ. അപ്പോൾ ഇക്കാര്യമൊക്കെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെയുള്ള ബിംബങ്ങളോട് പ്രതിമകളോട് ചോദിക്കുന്നതാണ്. എന്നാൽ വസക്കത്തത്തിൽ അസ്നാമു ലി അന്നഹ ഹിജാറത്തുൻ ലാ തൻതിഖു. വസക്കത്തത്തിൽ അസ്നാമു സക്കത്ത എന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്നു, മൗനം പാലിച്ചു എന്നൊക്കെയാണ് അർത്ഥം. വസക്കത്തത്തിൽ അസ്നാമു എന്ന് പറഞ്ഞാലോ ബിംബങ്ങൾ അല്ലെങ്കിൽ പ്രതിമകൾ മൗനം പാലിച്ചു, മിണ്ടാതിരുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കേട്ടിട്ടും ആ പ്രതിമകൾ ഒന്നും സംസാരിച്ചില്ല എന്ന് സാരം. ലി അന്നഹ കാരണം ആ പ്രതിമകൾ. ലി അന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ കാരണം എന്നാണ് അർത്ഥം. ഹ എന്ന് പറഞ്ഞാൽ ആ ബിംബങ്ങൾ എന്നുള്ള താണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ ലി അന്നഹ കാരണം ആ ബിംബങ്ങൾ ഹൈജാറത്തുൻ കല്ല് ആണ്. ലാ തൻതിഖു അത് അവ സംസാരിക്കുകയില്ല. നതഖ എന്ന് പറഞ്ഞാൽ സംസാരിച്ചു എന്നാണ് അർത്ഥം. മാളിയായിട്ടുള്ള ഫിഅലാണത്. അതിനെ തൻതിഖു എന്നുള്ള രൂപത്തിലേക്കാക്കിയാൽ അത് മുളാരി ആയിട്ട് മാറും. സംസാരിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരിക. ലാ തൻതിഖു എന്ന് പറഞ്ഞാലോ സംസാരിക്കുകയില്ല. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ വസക്കത്തത്തിൽ അസ്നാമു ബിംബങ്ങളെല്ലാം മൗനം പാലിച്ചു. ലി അന്നഹ ഹിജാറത്തുൻ ലാ തൻതിഖു കാരണം അവ സംസാരിക്കാത്ത കല്ല് ആണ്. ഖാല ഇബ്രാഹീമു മാലക്കും ലാ തൻതിഖൂന. ഖാല ഇബ്രാഹീമു ഇബ്രാഹിം പറഞ്ഞു. മാലക്കും ലാ തൻതിഖൂന അത് നമുക്ക് മറ്റൊരു എഴുത്തിലായിട്ട് കാണാവുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ നിന്നും എടുത്തിട്ടുള്ള ആയത്തിൻ്റെ ഭാഗമാണത്. സൂറത്തു സ്വാഫാത്തിലെ 92-ാമത്തെ ആയത്തിലെ ഒരു ഭാഗമാണത്. മാ ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെന്താണ്. ലാ തൻതിഖൂന നിങ്ങൾ സംസാരിക്കുന്നില്ല. മാ ലക്കും ലാ തൻതിഖൂന നിങ്ങളെന്തേ സംസാരിക്കാത്തത് എന്നുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചോദ്യം പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നതാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഖാല ഇബ്രാഹിമു ഇബ്രാഹിം പറഞ്ഞു മാലക്കും ലാ തൻതിഖൂന നിങ്ങളെന്താ ഒന്നും സംസാരിക്കാത്തത്. വസക്കത്തത്തിൽ അസ്നാമു വമാ നതഖത്. വസക്കത്തത്തിൽ അസ്നാമു ബിംബങ്ങളെല്ലാം മിണ്ടാതിരുന്നു. വമാ നതഖത് അത് സംസാരിച്ചില്ല. നതഖ എന്ന് പറഞ്ഞാൽ സംസാരിച്ചു. അതിനെ ഇവിടെ നതഖത്ത് എന്നുള്ള രൂപത്തിൽ അവസാനത്തിൽ ഒരു താ വെച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ അൽ അസ്നാമു എന്നുള്ള പദം മുഅന്നസായിട്ടുള്ള പദമായതിനാലാണ്, സ്ത്രീലിംഗ പദമായതിനാലാണ്. ഓക്കെ, അതിനാൽ തന്നെയാണ് വസക്കത്തത്ത് എന്നുള്ളയിടത്തും വസക്കത്തത്തി എന്നുള്ളയിടത്തും അവസാനത്തിൽ ഒരു താ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചെല്ലാം ഇനി വരും ക്ലാസ്സുകളിലായിട്ട് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ നതഖ എന്ന് പറഞ്ഞാൽ സംസാരിച്ചു, നതഖത്ത് എന്ന് പറഞ്ഞാലും സംസാരിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിനു മുമ്പ് മാ എന്ന് ചേർത്തി കൊടുത്താലോ മാ നതഖത്ത് എന്ന് പറഞ്ഞാൽ അത് സംസാരിച്ചില്ല എന്നുള്ള ആശയമാണ് വരുന്നത്. അപ്പോൾ വസക്കത്തത്തിൽ അസ്നാമു ബിംബങ്ങൾ മിണ്ടാതിരുന്നു. വമാ നതഖത്ത് അത് സംസാരിച്ചില്ല, അവ സംസാരിച്ചില്ല. ഹീന ഇതിൻ ഗളിബ ഇബ്രാഹീമു വ അഖദൽ ഫഅസ. ഹീന ഇതിൻ എന്ന് പറഞ്ഞാൽ അന്നേരം, അതേസമയം. ഗളിബ ഇബ്രാഹീമു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ദേഷ്യം പിടിച്ചു. ഗളിബ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടു, ദേഷ്യം പിടിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഹൈന ഇതിൻ ഗളിബ ഇബ്രാഹീമു അന്നേരം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദേഷ്യപ്പെട്ടു. വ അഖദൽ ഫഅസ
അഖദ എന്ന് പറഞ്ഞാൽ എടുത്തു എന്നാണ് അർത്ഥം. മാളിയായിട്ടുള്ള ഫിഅലാണത്. അൽ ഫഅ്സ എന്ന് പറഞ്ഞാൽ കോടാലി. ഓക്കെ, അപ്പോൾ വ അഖദൽ ഫഅ്സ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കോടാലി എടുത്തു. ഇവിടെ ഒരു കാര്യമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ അഖദ എന്നുള്ള പദം ഫിഅല് ആണ് എന്ന് നമുക്കറിയാവുന്നതാണ്. സാധാരണ ഫിഅലുകൾക്ക് ശേഷം നമ്മൾ ഫാഇലുകളെയാണ് ഉപയോഗിക്കാറുള്ളത്, അല്ലേ? അതിന് തൊട്ട് മുമ്പുള്ള പദങ്ങൾ ഗളിബ ഇബ്രാഹീമു എന്നുള്ളിടത്ത് ഗളിബ എന്നുള്ള ഫിഅലിന് ശേഷം ഇബ്രാഹീമു എന്നുള്ള ഫാഇല് ആണ് വന്നിട്ടുള്ളത്. ഇബ്രാഹീമു എന്നുള്ള പദത്തിന് റഫ്അ ആണ് ഇഅ്റാബ്. അതിൻ്റെ അവസാനത്തെ അക്ഷരമായിട്ടുള്ള മീമിന് ലമ്മ് ആണ് ഹറക്കത്ത് എന്ന് നമുക്ക് കാണാവുന്നതാണ്, അല്ലേ? അതിന് മുമ്പുള്ള ജുംലയിലും വസക്കത്തത്തിൽ അസ്നാമു എന്നുള്ളിടത്തും സക്കത്ത എന്നുള്ള ആ ഫിഅലിന് ശേഷം അൽ അസ്നാമു എന്നുള്ള ഫാഇലാണ്, റഫ്അ എന്നുള്ള ഇഅ്റാബ് ഉള്ള ഫാഇലാണ് വന്നിട്ടുള്ളത്. അതിനു മുമ്പുള്ള ഖാല ഇബ്രാഹീമു എന്നുള്ളിടത്തും ഖാല എന്നുള്ള ഫിഅലിന് ശേഷം ഇബ്രാഹീമു എന്നുള്ള റഫ്അ ഉള്ള ഫാഇലാണ് വന്നിട്ടുള്ളത്, അല്ലേ? എന്നാൽ ഇവിടെ വ അഖദൽ ഫഅ്സ എന്നുള്ളിടത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ അഖദ എന്നുള്ള ഫിഅലിന് ശേഷം ഫാഇൽ അല്ല വന്നിട്ടുള്ളത്, അല്ലേ? അൽ ഫഅ്സ എന്നുള്ള അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ് ഉള്ള, അതായത് നസ്ബ് എന്നുള്ള ഇഅ്റാബ് ഉള്ള പദമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൽ ഫഅ്സ എന്നുള്ള പദം ഇവിടെ ഫാഇൽ അല്ല, മറിച്ച് അത് എന്താണ്? എടുക്കപ്പെടുന്ന കാര്യമാണ്, അല്ലേ? അഖദ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എടുത്തു എന്നാണ് അതിൻ്റെ ആശയം. അൽ ഫഅ്സ എന്ന് പറഞ്ഞാൽ കോടാലിയെ. ഓക്കെ, അപ്പോൾ അൽ ഫഅ്സ എന്നുള്ള പദം ഇവിടെ ഫാഇലല്ല, അതിന് നസ്ബ് ആണ് ഹർക്കത്തുള്ളത്, നസ്ബ് ആണ് ഇഅ്റാബുള്ളത്. അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ് ആണ് ഹർക്കത്തുള്ളത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക്, അടുത്ത ജുംലയിലേക്ക് പോകാം. വളറബ ഇബ്രാഹീമുൽ അസ്നാമ ബിൽ ഫഅ്സി വ കസറൽ അസ്നാമ. വളറബ, ലറബ എന്ന് പറഞ്ഞാൽ വെട്ടി അല്ലെങ്കിൽ അടിച്ചു എന്നൊക്കെയാണ് അർത്ഥം. വളറബ ഇബ്രാഹീമു, ഇബ്രാഹിം വെട്ടി, അൽ അസ്നാമ ബിംബങ്ങളെ. വളറബ ഇബ്രാഹീമുൽ അസ്നാമ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ബിംബങ്ങളെ വെട്ടി. ബിൽ ഫഅ്സി, കോടാലി കൊണ്ട്, മഴു കൊണ്ട്. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, ഫഅ്സുൻ എന്ന് പറഞ്ഞാൽ കോടാലി. ബിൽ ഫഅ്സി, കോടാലി കൊണ്ട്. വ കസറൽ അസ്നാമ, കസറ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു എന്നാണ് അർത്ഥം. അൽ അസ്നാമ ബിംബങ്ങളെ. വ കസറൽ അസ്നാമ, അവിടുന്ന് ബിംബങ്ങളെ പൊട്ടിക്കുകയും ചെയ്തു. വളറബ ഇബ്രാഹീമുൽ അസ്നാമ ബിൽ ഫഅ്സി, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കോടാലി കൊണ്ട് ബിംബങ്ങളെ വെട്ടി. വ കസറൽ അസ്നാമ, ബിംബങ്ങളെ പൊട്ടിക്കുകയും ചെയ്തു. വ തറക്ക ഇബ്രാഹീമുസ് സനമൽ അക്ബറ വ അല്ലഖൽ ഫഅ്സ ഫീ ഉനുഖിഹി. തറക്ക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. വ തറക്ക ഇബ്രാഹീമു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉപേക്ഷിച്ചു. അസ്സനമൽ അക്ബറ, സനമുൻ എന്ന് പറഞ്ഞാൽ ബിംബം, പ്രതിമ എന്നാണ് അർത്ഥം. അതിൻ്റെ ബഹുവചനമാണ് നമ്മൾ ഇതുവരേക്കും പഠിച്ച അസ്നാമുൻ എന്നുള്ള പദം. ബിംബങ്ങൾ, പ്രതിമകൾ എന്നുള്ളതാണ് അസ്നാമുൻ എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. അതിൻ്റെ ഏകവചനമാണ് സനമുൻ എന്നുള്ള പദം. ഓക്കെ, അപ്പോൾ വ തറക്ക ഇബ്രാഹീമു, ഇബ്രാഹിം ഉപേക്ഷിച്ചു. അസ്സനമൽ അക്ബറ, അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയത് എന്നുള്ളതാണ് അർത്ഥം. അസ്സനമൽ അക്ബറ എന്ന് പറഞ്ഞാലോ ഏറ്റവും വലിയ പ്രതിമയെ. വ തറക്ക ഇബ്രാഹിമുസ്സനമൽ അക്ബറ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റവും വലിയ പ്രതിമയെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിമയെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്തില്ല? പൊട്ടിച്ചില്ല, അതിനെ വെട്ടിയില്ല. മറിച്ച് വ അല്ലഖൽ ഫഅ്സ, അല്ലഖ എന്ന് പറഞ്ഞാൽ തൂക്കിയിട്ടു എന്നാണ് അർത്ഥം. അൽ ഫഅ്സ, കോടാലിയെ. വ അല്ലഖൽ ഫഅ്സ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കോടാലി തൂക്കിയിട്ടു. ഫീ ഉനുഖിഹി, അതിൻ്റെ കഴുത്തിൽ. ഫീ എന്നാൽ ഇൽ എന്നാണ് അർത്ഥം. ഉനുഖുൻ എന്ന് പറഞ്ഞാൽ കഴുത്ത് എന്നാണ് അർത്ഥം. ഉനുഖിഹി എന്ന് പറഞ്ഞാലോ അതിൻ്റെ കഴുത്ത്. ഫീ ഉനുഖിഹി, അതിൻ്റെ കഴുത്തിൽ. വ അല്ലഖൽ ഫഅ്സ ഫീ ഉനുഖിഹി, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കോടാലി അതിൻ്റെ കഴുത്തിൽ തൂക്കിയിട്ടു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നാലാമത്തെ പാഠമുള്ളത്. നമുക്ക് ഒന്നുകൂടെ ഈ പാഠമൊന്ന് വായിച്ച് മനസ്സിലാക്കി നോക്കാം. ആദ്യത്തേത് ഹെഡിങ് ഇബ്രാഹീമു യക്സിറുൽ അസ്നാമ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ബിംബങ്ങളെ പൊട്ടിക്കുന്നു. വജാഅ യൗമു ഈദിൻ ഫഫരിഹന്നാസു, ആഘോഷ ദിവസം വന്നെത്തി ജനങ്ങളെല്ലാം സന്തോഷിച്ചു.
വ ഖറജൻ നാസു ലിൽ ഈദി വ ഖറജൽ അത്ഫാലു, ജനങ്ങളെല്ലാം ആഘോഷത്തിന് വേണ്ടി പുറപ്പെട്ടു, ചെറിയ കുട്ടികളും പുറപ്പെട്ടു. വ ഖറജ വാലിദു ഇബ്രാഹീമ വ ഖാല ലി ഇബ്രാഹീമ അലാ തഖ്റുജു മഅന, ഇബ്രാഹീമിൻ്റെ പിതാവും പുറപ്പെട്ടു. അദ്ദേഹം ഇബ്രാഹീമിനോട് പറഞ്ഞു, നീ ഞങ്ങളുടെ കൂടെ പുറപ്പെടുന്നില്ലേ? ഖാല ഇബ്രാഹീമു അന സഖീമുൻ, ഇബ്രാഹീം പറഞ്ഞു, ഞാൻ ക്ഷീണിതനാണ്. വദഹബൻ നാസു വ ബഖിയ ഇബ്രാഹീമു ഫിൽ ബൈത്തി, ജനങ്ങളെല്ലാം പോയി, ഇബ്രാഹീം ആ വീട്ടിൽ ശേഷിച്ചു, ബാക്കിയായി. വജാഅ ഇബ്രാഹീമു ഇലൽ അസ്നാമി വ ഖാല ലിൽ അസ്നാമി അലാ തതകല്ലമൂന അലാ തസ്മഊന, ഇബ്രാഹീം ബിംബങ്ങളുടെ അരികിലേക്ക് വന്നു. അദ്ദേഹം ബിംബങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുന്നില്ലേ, നിങ്ങൾ കേൾക്കുന്നില്ലേ? ഹാദാ ത്വഅമുൻ വ ശറാബുൻ അലാ തഅകുലൂന അലാ തശ്റബൂന, ഇതാ ഭക്ഷണവും പാനീയവും, നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ, നിങ്ങൾ കുടിക്കുന്നില്ലേ? വസകതത്തിൽ അസ്നാമു ലി അന്നഹ ഹിജാറത്തുൻ ലാ തൻതിഖു, ബിംബങ്ങൾ മൗനം പാലിച്ചു, മിണ്ടാതിരുന്നു, കാരണം അവ സംസാരിക്കാത്ത കല്ല് ആണ്. ഖാല ഇബ്രാഹീമു മാലക്കും ലാ തൻതിഖൂന, ഇബ്രാഹീം പറഞ്ഞു, നിങ്ങളെന്തേ ഒന്നും സംസാരിക്കാത്തത്? വസകതത്തിൽ അസ്നാമു വമാ നതഖത്, ബിംബങ്ങൾ മിണ്ടാതിരുന്നു, അവ ഒന്നും സംസാരിച്ചില്ല. ഹൈന ഇതിൻ ഗളിബ ഇബ്രാഹീമു വ അഖദൽ ഫഅസ, അന്നേരം ഇബ്രാഹീം ദേഷ്യപ്പെട്ടു, അദ്ദേഹം കോടാലിയെടുത്തു. വ ലറബ ഇബ്രാഹീമുൽ അസ്നാമ ബിൽ ഫഅസി വ കസറൽ അസ്നാമ, ഇബ്രാഹീം കോടാലി കൊണ്ട് ബിംബങ്ങളെ വെട്ടി, ബിംബങ്ങളെ പൊട്ടിക്കുകയും ചെയ്തു. വ തറക ഇബ്രാഹീമു സനമൽ അക്ബറ വ അല്ലഖൽ ഫഅസ ഫി ഉനുഖിഹി, ഇബ്രാഹീം വലിയ ബിംബത്തെ അവിടെ ഉപേക്ഷിച്ചു, കോടാലി ആ ബിംബത്തിൻ്റെ കഴുത്തിൽ തൂക്കിയിടുകയും ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് 4ാമത്തെ പാഠത്തിലുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ നമ്മൾ എഴുതിത്തരുന്ന പുതിയ വാക്കുകളും അവയുടെ അർത്ഥങ്ങളും നോട്ട് പുസ്തകത്തിൽ എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചു തരണം. അതുപോലെ തന്നെ ക്ലാസ്സിൽ എവിടെയെങ്കിലും മനസ്സിലാകാത്ത ഭാഗം വന്നു പോയിട്ടുണ്ടെങ്കിൽ അവയും ചോദിച്ച് മനസ്സിലാക്കി ഡൗട്ട് ക്ലിയർ ചെയ്യണം എന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.